ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്ന് ഒത്തിരി സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ദിവസമാണ്. നമ്മൾ കാരണം വേറെ ഒരാളുടെ മുഖത്തെങ്കിലും ഒരു ചെറിയ പുഞ്ചിരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് എന്തൊരു നല്ല കാര്യമാണല്ലേ. അപ്പം ഒരാളെ കരയിപ്പിക്കാൻ ഭയങ്കര ഈസിയാണ്. ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ നമുക്ക് ഈസി ആയിട്ട് ഒരാളെ കരയിപ്പിക്കാൻ പറ്റും. ഒരു വേദനിപ്പിക്കുന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ചിലപ്പം ഒരു ദേഷ്യപ്പെട്ടൊന്ന് നോക്കിയാൽ ചിലപ്പോൾ കരയുന്നവരുണ്ടാവും. പക്ഷെ ഒരാളെ ഒന്ന് ദുഃഖത്തിലിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് വിഷമത്തിലുള്ള ഒരാളെ ചിരിപ്പിക്കാൻ നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെടേണ്ടി വരും അല്ലേ. നമ്മളൊന്ന് അയാൾക്ക് സന്തോഷം കൊടുക്കാനോ അല്ലെങ്കിൽ അയാൾക്ക് എങ്ങനെയെങ്കിലും ഒരാളെ സന്തോഷിപ്പിക്കാനായിട്ട് അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ അയാൾക്കൊരു പ്രചോദനമാവാനോ അല്ലെങ്കിൽ അയാളുടെ മുഖത്തൊരു ചെറിയൊരു പുഞ്ചിരി എന്തെങ്കിലും റീസൺ കൊണ്ട് വേറൊരാളെ ചിരിപ്പിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ വേറൊരാൾക്ക് ഇൻസ്പിറേഷൻ ആവാനോ അവർക്കൊരു ചെറിയ സന്തോഷമെങ്കിലും കൊടുക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ലൈഫ് പർപ്പസ് ഇനിയുള്ള എൻ്റെ മുന്നോട്ടുള്ള ജീവിതം അതിനു വേണ്ടിയാണ് എന്ന് ഈശ്വരനും എൻ്റെ നന്ദുവും ഒക്കെ എനിക്ക് അതിനുള്ള എനർജിയാണ് ഇപ്പോൾ തരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ എല്ലാ ഈശ്വരന്മാരും ഒക്കെ എനിക്ക് അതിനുള്ള ഒരു എനർജി തരും എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒത്തിരി പേർക്ക് ഒരു എനർജിയും മോട്ടിവേഷനും സന്തോഷവും ഒക്കെ കൊടുക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ കുറച്ച് പേർക്ക് ഒരു ചെറിയ സന്തോഷം എന്നെ മുരളിയേട്ടനെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്യാനാണ് ഇന്ന് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ശ്രമം കേട്ടോ. സാറ്റർഡേ ദിവസം രാവിലെയാണ് കേട്ടോ. രാവിലെ പറഞ്ഞതുപോലെ ഒത്തിരി പേർക്ക് സന്തോഷം കൊടുക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലേ. അതെ, ഈ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഒരു കുട്ടി സമ്മാനമായിട്ടാണ് പോകുന്നത് കേട്ടോ. സ്കൂള് തുറക്കുമല്ലേ, അപ്പം അമൃതശക്തി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഒരു ഓർഫനേജാണ്. അവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ വർഷവും പോകാറുള്ളതാണ്. നന്ദുവിൻ്റെ പിറന്നാളിനും എൻ്റെ പിറന്നാളിനും ഒക്കെ. അപ്പം നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം കേട്ടോ, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട്. അപ്പം അവർക്ക് സ്കൂള് തുറന്ന് ഈ വീക്ക് ഓൾറെഡി തുറന്നു. അപ്പോൾ അവർക്ക് കുറച്ച് വാട്ടർ ബോട്ടിലിൻ്റെ ആവശ്യമുണ്ട്. 15 കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. നേരത്തെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും. അവിടെയുള്ള കട്ട് ചെയ്തു അല്ലെങ്കിൽ ഈ കവർ എടുക്കണ്ടല്ലേ, ഇങ്ങനെ തന്നെ കൊണ്ടുപോകാം. എടുക്കാം, ഓക്കെ. അപ്പം ഇങ്ങനെ കൊണ്ടുപോകാം. അവിടെയുള്ള അന്ന് കണ്ട കുറേ കുട്ടികളില്ല. അവർ വെച്ചാൽ 18 വയസ്സ് കഴിഞ്ഞ് മാറ്റും. അല്ല, 18 വയസ്സ് കഴിഞ്ഞല്ലേ, 17 വയസ്സ് കഴിഞ്ഞ് അവർ വേറെ സ്ഥലത്തോട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പം ഇപ്പം കുറേ പുതിയ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഏഴാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളാണ് ഉള്ളത് കേട്ടോ. അപ്പം അങ്ങനത്തെ കുറേ ഇതാണ്. ഇങ്ങനത്തെ വാട്ടർ ബോട്ടിൽ പ്ലാസ്റ്റിക് മേടിച്ചിട്ടില്ല, അകത്ത് സ്റ്റീലുള്ളതാണ് മേടിച്ചേക്കുന്നത്. എനിക്ക് പ്ലാസ്റ്റിക് നല്ലതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാത്തിൻ്റെ അകത്ത് സ്റ്റീൽ ഇതായിട്ടുള്ള മെറ്റീരിയലായിട്ടുള്ള വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ നല്ല ഇത് നോക്കിയാണ് മേടിച്ചതെല്ലാം. പക്ഷേ മേടിക്കുമ്പോൾ നന്ദൂന് എങ്ങനെ മേടിക്കുന്നു അങ്ങനത്തെ നോക്കിയാണ് കേട്ടോ മേടിച്ചത്. മിക്കതും PG അങ്ങനത്തെ നല്ല കമ്പനിയുടെ അകത്ത് സ്റ്റീലുള്ളത്. ഇതെല്ലാം അങ്ങനത്തെ കളറ്. ഇത് കുറച്ചുകൂടെ 7 ക്ലാസ്സിലുള്ളവർക്ക് ഫ്രോസൻ്റെ ഒക്കെ എടുത്തു. നന്ദൂരൊക്കെ ഫ്രോസൺ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് അങ്ങനത്തെ നോക്കി കുറച്ചെടുത്തു. ഇതെല്ലാം ഇങ്ങനത്തെ ഈ PG അതിൻ്റെ എല്ലാം അകത്ത് സ്റ്റീലുള്ളത്. ഇതിങ്ങനത്തെ മിൽട്ടൻ്റെ ഒരെണ്ണം അവർ നോക്കി സെലക്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് ഏതോ ഒരു ഡോളിൻ്റെയാണ്, ലിറ്റിൽ പ്രിൻസസ് എന്നും പറഞ്ഞിട്ട്. ഇതിങ്ങനെ പൊക്കി കുടിക്കുന്നത് അങ്ങനത്തെ ഒരു ലിറ്റിൽ പ്രിൻസസിൻ്റെ അങ്ങനത്തെ മൊത്തം ഡിഫറെൻറ്റ് കളേഴ്സിലൊരു 15 എണ്ണമാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. ഇത് മിൽട്ടൻ്റെ. ഇത് 1/2 ലിറ്ററാണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ടിരിക്കുമെങ്കിലും ഗുണ്ട് സാധനമാണ് കേട്ടോ, തീരെ ചെറുതല്ല. 1/2 ലിറ്റർ വെള്ളം കൊള്ളും. കവറിലാക്കാം. അപ്പം ഞങ്ങൾക്ക് വീട്ടിൽ ചെന്ന് അച്ഛനും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അച്ഛന് കുറേ നാളായി വന്നിട്ട്, അപ്പം അച്ഛനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ ചെന്ന് അച്ഛനെയും വിളിച്ചുകൊണ്ട് വേണം പോകാൻ. എണ്ണാനോ 1 2 3 4 5 6 7
8 9 11 12 13 15 കുട്ടികളുള്ളത്. ഇതിങ്ങനെ മിൽട്ടൻ്റെ ഒരു പല കളേഴ്സിലുള്ള ഇങ്ങനത്തെ കുറെണ്ണം മേടിച്ചിട്ടുണ്ട്. 14 15 ലാസ്റ്റ് അല്ലേ 15. അങ്ങനെ 2 ബാഗിലായി 15 വാട്ടർ ബോട്ടിലായി. ഇനി ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സും കൂടെ മേടിച്ചു. വാട്ടർ ബോട്ടിലിനേക്കാളും കുറച്ച് ചോക്ലേറ്റ്സും കൂടെ കൊടുക്കണം തോന്നുന്നു. അച്ഛനുണ്ടല്ലോ, അച്ഛനെ കൊണ്ട് കൊടുപ്പിക്കാം. അതിങ്ങനെ ഡയറി മിൽക്കിൻ്റെ 2 കവേഴ്സ് പാക്കറ്റ്സ്. ഞങ്ങളെ അമൃത ശക്തിയിൽ ഇപ്പം ഈ ഒരു 2-3 വർഷമായിട്ട് വന്നു തുടങ്ങിയ ഒരു സ്ഥലമല്ല. പണ്ട് അവധിക്ക് നാട്ടിൽ വരുമ്പോഴൊക്കെ മിക്ക വർഷവും നന്ദൂനെയും കൊണ്ട് വന്നുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. അച്ഛനാണ് ശരിക്കും അമൃതശക്തി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അച്ഛൻ ഒരുപാട് വർഷമായിട്ട് ഈ ഏലൂരായിരുന്നല്ലോ അച്ഛൻ ഫാക്ടറിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം അച്ഛന് പണ്ടേ അറിയാവുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നു തുടങ്ങിയത്. അപ്പം നന്ദുവൊക്കെ ആയിട്ട് ഞങ്ങൾ പണ്ടേ ഇവിടെ വരുമായിരുന്നു. ഇന്നാണ് ഇവര് ഫ്രീ ആയത്. ഞങ്ങളും ഇന്നൊരു ദിവസം ഇവിടെ ഫ്രീ ആയത്. കയ്യിലേക്ക് കൊടുത്തു എല്ലാവരും കൂടെ വാങ്ങിച്ചു. എല്ലാരും വന്ന് ഇഷ്ടപ്പെട്ടോ നോക്കണേ. ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ കരിയത്തൊരുമയഴക് കരിനീലമിഴിയഴക് കരിയത്തൊരുമയഴക് നീലമിഴിയഴക് നല്ല മാൻമിഴിച്ചേരിനാലേ കണ്ണാരൻ ചാർത്തനട്ട അമ്മ ചന്തത്തിൻ ചേരിനാരേ കാവുതെളിയണിട്ട ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ഇതിപ്പം പോയിട്ട് വന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്. ഇന്നലെ പോയിട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സൊക്കെ നിറഞ്ഞ് ഞാൻ കുറച്ച് ഓവർ എക്സൈറ്റഡ് ആയിപ്പോയി. എക്സൈറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കറക്റ്റ് വേർഡാണോ എന്ന് അറിഞ്ഞുകൂടാ, വികാര പരിധിയായിപ്പോയി. അതുകൊണ്ട് എനിക്ക് വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റിയില്ല. ആ കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ കുറച്ച് പേര്, ഒരു 4-5 പേര്, ഒരു 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ, പഴയ കുട്ടികൾ, എന്നെ അറിയാവുന്നവർ. ഞാനവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന കാരണം 5 പേർക്ക് എന്നെ നല്ല പരിചയമാണ്. ബാക്കിയുള്ളവർ 17 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞാൽ അവിടെ നിൽക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല. അപ്പം കുറേ സ്ഥലത്ത് അവരെ വേറെ പഠിത്തത്തിനായിട്ട് പോകും, പിന്നെ അവരുടെ വീടുകളിലായിട്ട് പോകും. ഇതൊക്കെ അങ്ങനെ ഓർഫൻസ് ആയിട്ടുള്ളവരല്ല, അവർക്കൊക്കെ വീടുകളുണ്ട്, അവരുടെ വീട്ടിൽ പഠിക്കാനുള്ള സാഹചര്യമില്ല, അല്ലെങ്കിൽ നോക്കാൻ അധികം അങ്ങനെ പേരൻസിനൊന്നും നോക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത കുട്ടികളാണ് അവിടെ ഉള്ളത്. അല്ലെങ്കിൽ അങ്ങനെ കറക്റ്റായിട്ടുള്ള പേരൻസ് ഇങ്ങനെ നല്ല രീതിയിൽ പോകുന്നവരല്ലാത്ത കുട്ടികളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പം
ഒരു പേരൻ്റ് അങ്ങനെ വലിയ അങ്ങനത്തെ ഉള്ളവരാണ് മിക്കതും അവിടെ ഉള്ള കുഞ്ഞുങ്ങൾ. പെൺകുട്ടികളാണ് എല്ലാവരും, കണ്ടല്ലോ, പെൺകുട്ടികൾ മാത്രമേ അവിടെ ഉണ്ടാവത്തുള്ളൂ. അപ്പം ബാക്കിയുള്ളവരൊക്കെ പോയി കേട്ടോ. അപ്പം അവരെ കാണാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. ഞാൻ അന്വേഷിച്ചു എല്ലാവരും ഇപ്പോൾ എന്ത് ചെയ്യാമെന്നൊക്കെ അന്വേഷിച്ചു. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഉണ്ടാവുകയാണ് അവർ. എനിക്ക് ഞാൻ അവരുമായിട്ട് സ്ഥിരം പോകുന്നതാണ്. എനിക്ക് നല്ല നമുക്ക് നല്ല പരിചയമുള്ള കുട്ടികളാകുമ്പോൾ നല്ലൊരു, അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യാമെന്നൊക്കെ അന്വേഷിച്ച് കുറേ ഇങ്ങനെ ജർമ്മൻ പഠിക്കാൻ പോകുന്ന അവിടെ പല സ്ഥലത്ത് നഴ്സിങ് അങ്ങനെയൊക്കെ പോയി കുറേ കുട്ടികൾ അങ്ങനെ നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഒരു മോളിപ്പോഴും 18 വയസ്സ് കഴിഞ്ഞ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ കുട്ടി ഇങ്ങനെ വേറെ പഠിത്തത്തിനൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ബാക്കി കുട്ടികളൊക്കെ എന്നെ പരിചയമുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ കുറച്ച് പുതിയ പെൺകുട്ടികളായിരുന്നു. അവർക്ക് കുറച്ചിങ്ങനെ വന്നിട്ട് കുറച്ച് നാളെ ആയുള്ളൂ, 3-4 ദിവസമേ ആയുള്ളൂ അവർ വന്നിട്ട്. കാരണം ഇപ്പോൾ സ്കൂള് തുറക്കുന്നതിന് ഇപ്പോൾ കുറച്ച് ദിവസം വന്നതേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ ആകെ വിഷമത്തിലായിരുന്നു. അപ്പോൾ എനിക്ക് അവരെ കണ്ടപ്പോൾ ആകെ സങ്കടമായി. കാരണം വീട്ടിൽ നിന്ന് മാറി വന്ന് നിന്നതിൻ്റെയും ഒക്കെ കുറച്ച് സങ്കടത്തിലായിരുന്നു. അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പാടുപെടുന്നതും പുതിയൊരു സ്ഥലത്ത് വന്ന് നിന്നതിൻ്റെ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും കുറച്ച് വിഷമമായിരിക്കും. കാരണം അവരുടെ വീട്ടിൽ നിൽക്കാനുള്ള സാഹചര്യം ഇല്ലാഞ്ഞിട്ട്, അല്ലെങ്കിൽ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ അവർക്കിങ്ങനെ വന്ന് നിൽക്കേണ്ടി വന്ന്. അതൊക്കെ ഓർത്തപ്പോഴത്തേക്കും കുറച്ച് സങ്കടമായി. എന്നാലും നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞിട്ട് വന്ന് സങ്കടപ്പെടാം. ഞാനിതിന് മറ്റേ കുട്ടികളൊക്കെ പറഞ്ഞു നിങ്ങൾ അവരുടെ വിഷമങ്ങളൊക്കെ നല്ല സ്മാർട്ട് മറ്റേ കുട്ടികളൊക്കെ പറഞ്ഞു നിങ്ങൾ അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റി. ഇത്രയും പെൺപിള്ളേരുണ്ടല്ലോ, അവർക്ക് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കാം. ഒറ്റയ്ക്കൊരു നിൽക്കുന്നതിൽ നല്ല അവർക്ക് നല്ല ഹാപ്പി ആയിട്ട്, ഇത്രയും കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് നിൽക്കാം എന്നാണ്. അവരൊക്കെ നല്ല ഹാപ്പി ആക്കും, നല്ല ഫ്രണ്ട്ലി ആണ് എല്ലാവരും. അപ്പോൾ പറഞ്ഞു നിങ്ങൾ അവരോട് നല്ല വർത്താനൊക്കെ പറഞ്ഞ് അവർ ശ്രമിക്കുന്നുണ്ട്. എന്നാലും സ്വന്തം അമ്മയുടെ അല്ലെങ്കിൽ ആ അമ്മയുടെ അടുത്തു നിന്ന് വന്നതിൻ്റെ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ്. എത്രയായാലും നമ്മുടെ അമ്മയെ കാണാത്തതിൻ്റെ വിഷമം ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു വിഷമം അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ നല്ല കുഴപ്പമൊന്നുമില്ല, നല്ല കംഫർട്ടബിളാണ്. ഒരു കുറച്ച് നാൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത മാസം വരും, അപ്പം നല്ല ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം കേട്ടോ. അവർക്ക് സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. പറ്റുന്നവർ ഹെൽപ്പ് ചെയ്യുക. ഞാൻ ഈ വല്ലപ്പോഴും ഈ വീഡിയോ ചെയ്യുന്നതിന് ഉദ്ദേശം ഞാനിതൊക്കെ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ദയവ് ചെയ്ത് എന്നാലും പറയുന്നവരുണ്ടാവും, എനിക്കറിയാം. ഏതെങ്കിലും ഒരു കമൻറ്റ് ആരെങ്കിലും നെഗറ്റീവായിട്ട് ഇടുന്നത് എനിക്ക് ഷുവറാണ്. എന്നാലും ഞാൻ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഒരിക്കലും ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഒരിക്കലും ഞാൻ കാണിക്കാറില്ല. കാരണം ഞാൻ മിക്കപ്പോഴും ഞാൻ ഈ ട്രിപ്പ് പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കുമ്പോഴും ഒക്കെ ഓരോ കമൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ആർക്കെങ്കിലും കൊണ്ട് കൊടുത്തൂടെ, അല്ലെങ്കിൽ ഈ സാധനമൊക്കെ മേടിച്ച് കളയുന്നതിന് പകരം ആർക്കെങ്കിലും ഒന്ന് വല്ലവർക്കും പൈസ ഇല്ലാത്തവർക്ക് കൊടുത്തൂടെ. ഇങ്ങനെ സ്ഥിരം നെഗറ്റീവ് കമൻസ് അയക്കുന്ന കുറേ പേരാണ്. ഇതൊക്കെ ഇങ്ങനെ ഓരോ എന്തെങ്കിലും ഒന്ന് സ്ഥിരമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറയുന്നതെന്ന് എനിക്കറിയാം. നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സൊന്നും അല്ലാത്തവർ എന്തെങ്കിലും വന്നിങ്ങനെ സ്ഥിരം നെഗറ്റീവ് അയക്കുന്ന സബ്സ്ക്രൈബേഴ്സെ അതെടുത്ത് പറയണമല്ലോ. അവരിങ്ങനെ അതിലും വന്നിങ്ങനെ ആർക്കെങ്കിലും കൊടുത്തൂടെ, ഞാൻ കൊടുക്കുവോ വേണ്ടേ എന്നുള്ളത് എൻ്റെ മാത്രം ഡിസിഷനാണ്. അത് ആരെയെങ്കിലും നമ്മുടെ വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ അറിയിക്കരുതെന്നാണ്. നമ്മൾ ചെയ്യുന്നത് നമ്മൾ പബ്ലിക് ആക്കേണ്ട കാര്യമേ ഇല്ല, അല്ലേ? ആരെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളൊന്നും ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ആയിരിക്കണം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്. അത് നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയും നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലേ. നമ്മുടെ മനസാക്ഷിക്കനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് എന്നല്ല, നമുക്ക് സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്കതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷവും സമാധാനമാണല്ലേ. അപ്പം ആരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കരുത് ഒന്നും ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും പബ്ലിക് ആക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ ചെയ്യുന്നത് ഒന്നും തന്നെ ഞാൻ പബ്ലിക് ആക്കാറില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് ഇതെൻ്റെ ഒരു പാഷനും ഇപ്പോൾ ഒരു ലൈഫ് എൻ്റെ ഒരു ഇൻകം കൂടെയാണ്. അപ്പോൾ അതിന് എനിക്ക് ഇൻകം എന്ന് മാത്രം ഇൻകം, പാഷൻ, പിന്നെ എനിക്ക് അതില്ലെങ്കിൽ എനിക്ക് സർവൈവൽ എന്ന് പറയുന്നത് എല്ലാ രീതിയിലും എനിക്ക് ജീവിക്കാനുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയത്തില്ലേ. കാരണം വീഡിയോ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കൊന്നും ചെയ്യാനില്ല. ഞാനിങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ തൂങ്ങിയൊരു സ്ഥലത്ത് ഇരിക്കുകയല്ലോ. കാരണം ക്യാമറ കാണുമ്പോഴാണ് എനിക്കൊരു എനർജി കിട്ടുന്നത്. അതിന് വേണ്ടി കൂടെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കൂടെ കാണിക്കണം എന്നില്ല, അല്ലേ?
അപ്പം വല്ലപ്പോഴും ഇതൊക്കെ കാണിക്കുന്നത് അത് കണ്ട് വേറെ ആരെങ്കിലും ഇൻസ്പയർഡായി നിങ്ങൾക്കും കൂടെ അത് ചെയ്യാനായിട്ട് ഒരു താല്പര്യം തോന്നി അവർക്കൊരു ഹെൽപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് വേണ്ടിയിട്ട് വല്ലപ്പോഴും അത് വീഡിയോയിൽ കാണിക്കുന്നത്. കാരണം നിങ്ങളും കൂടെ അവർക്ക് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് ഹെൽപ്ഫുള്ളായിരിക്കണം, അമൃതശക്തിക്ക് അത് ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ അത് വീഡിയോയിൽ കാണിക്കാറ് കേട്ടോ. അല്ലാതെ എപ്പോഴെപ്പോഴും വേറെ ആർക്കെങ്കിലും ഇപ്പം നോർമൽ ഒരു ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്നതെടുത്ത് വീഡിയോയിൽ കാണിച്ച് അവർക്ക് നിങ്ങളെല്ലാവരും പൈസ അയച്ചു കൊടുക്കുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇതേപോലൊരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ് ഞാൻ പൈസ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ ഞാനൊരാളെ ഹെൽപ്പ് ചെയ്തിട്ട് അവർ നിങ്ങളെല്ലാവരും പൈസ അയച്ചു കൊടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വന്ന് പറയത്തില്ല. അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കുന്നത്. ഞാൻ നാളെ ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും അയാൾക്ക് പൈസ അയച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ശരിയായിട്ടൊരു കാര്യമല്ല. അത് അയാളെ ഹെൽപ്പ് ചെയ്യണോ വേണ്ടതെന്ന് എൻ്റെ ഡിസിഷനാണ്, ഞാനത് ചെയ്യാറുമുണ്ട്. എന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും അയാളെ ഹെൽപ്പ് ചെയ്യണം എന്ന് ഒരിക്കലും ഞാൻ വന്ന് വീഡിയോയിൽ കൂടെ ആവശ്യപ്പെടാറില്ല. ഇത് ഒരു ഓർഗനൈസേഷനായിട്ട് അവർ നടത്തുന്നതാണ്. അപ്പം ഞാനത് ഇങ്ങനെ പബ്ലിക്കായിട്ട് ആക്കുന്നത് അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കണം എന്നല്ല, അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പം നമ്മളെക്കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എനിക്കറിയാം വീഡിയോസിൻ്റെ ഫ്രീക്വൻസി കുറവാണെന്ന് ഇപ്പോഴും വീണ്ടും ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട്. വീഡിയോ ഇടാൻ പഴയ പോലെ ഒരു എനർജിയും മൂഡും ഒന്നും കിട്ടാറില്ല. മാനസികമായും ശാരീരികമായും ഒക്കെ വയ്യാഴികൾ ഇങ്ങനെ നമ്മളെ അലട്ടുന്നു. പിന്നെ ഞാൻ ഷോർട്സ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതാകുമ്പോൾ വലിയ എഫേർട്ട് ഇല്ലാത്തതുകൊണ്ട് ഷോർട്സും കൂടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ ഒന്ന് കാണുക, ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.